അടക്കാറിയാന്ന് ഞാൻ കാണിച്ചു തരാടി. ചേട്ടാ ഓടി എല്ലാം ഞാൻ തീർത്തത്. എന്നെ വിടില്ലടാ. ഇവിടെ കുറച്ച് വിളമ്പിക്കൊണ്ട് നിൽക്കോ. എന്നെ വിടില്ലടാ. എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് തീർത്തടാ ഞാൻ. എന്നെ അറിയില്ല. കൊച്ചിനെ കണ്ട സമാധാനിച്ചിരിക്കട്ടോ പറഞ്ഞു മമ്മി. കാണുവോ കേൾക്കോ ചെയ്ത മാറല്ല. അപ്പായി ഒന്ന് പിടിച്ച് മാറ്റും. അപ്പായി വീട്ടിൽ കയറി പോക്കത്തിനും കാണിക്കുന്നോളാ. ഇറങ്ങണ കുറ്റത്തുനിന്ന്. ഫിലിപ്പ് സാറും ജോമിയും കൂടെ കൂടി പിരിച്ചു മാറ്റിയാണ്. അല്ല അടപ്പണം നടന്നു. ഗോപിച്ചോ 3-4 ദിവസമായി ഞാൻ ഈ പച്ചരിയും ചോന്നുകൊണ്ട് നടക്കണത്. മില്ലിനും തുറന്നില്ല ഞാൻ എന്റെ പാടിനും അങ്ങോട്ടാ. നിനക്ക് പച്ചരി മാത്രമേ ഇറങ്ങത്തുള്ളൂടാ. അപ്പോഴേക്കും വെറുതെ അല്ലോ താൻ ഈ തേയ്പ്പാന്റെ തൊഴി ഓടിച്ചത്. മുതുപാട് കരക്കാരൻ മുഴുവൻ പിണക്ക്. കരക്കാര് വേണമെങ്കിൽ എനിക്ക് അവലോസുണ്ട് അടി. എന്നെ കടിക്കാൻ വരണ്ട. മില്ലിനിയും തുറന്നില്ലെങ്കിൽ സ്ഥിരക്കാർ മൊത്തം താഴെ കമ്പിളി കണ്ടത്തിനും കൊണ്ടേ തുടങ്ങും. പെണ്ണിനെ നേഴ്സിങ്ങിന് വിടാൻ എടുത്തു കൂട്ടിയേക്കുന്ന ലോണേ അവലോസുണ്ടോ കൊടുത്താൽ അടഞ്ഞു തീരുകയല്ല. നോക്കാം. ജീനയും ചെക്കനും ആണല്ലോ. ഓ ഇവള് തുള്ളിക്കളിക്കുന്നത് അങ്ങോട്ടാ. കഴിഞ്ഞോ കഥകളി? സുഖമാണോ മോനെ? അമ്മച്ചി ഇതൊക്കെ അവസാനം എടുത്താ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കിയേ? അതൊക്കെ നീ അങ്ങെടുത്ത് കഴിച്ചേ. ഇതൊക്കെ അവസാനം ഇച്ചാൻ എന്നെ വേണ്ടേ? അപ്പം വേണോ ബിരിയാണി കഴിക്കുന്നോ? ബിരിയാണി ഞാൻ ഇരുന്നോളാം. കഴിക്കേ. കുറച്ചുകൂടെ ഇത് ഒരു പീസ് എനിക്ക് കൊടുത്തോ. ഞാൻ തന്നെ എടുത്തോ. അളിയാ ചല്ലാസ കിട്ടും. സൗദിയിൽ എന്നാ അളിയാ സ്പെഷ്യൽ? ഓട്ടോ ഓട്ടോ അല്ലോടെ മെയിൻ. ഇവിടെ തെങ്ങ് പോലെ അവിടെ ഓട്ടം ഒന്നും കളയാൻ. ഇവിടെ ആറുണ്ടോ? ഇച്ചിരി അങ്ങോട്ട് ഈരേ. നീ പോകുമ്പോ അതിനെയും കൊണ്ടുപോവോ? വാടർക്കാം. ബൈ. അയ്യോ മോനെ അവള് കുത്തോയെ. അയ്യോ മാള് സുത്തി മമ്മി ഒന്ന് പോടി. അയ്യേ ഇതിന്റെ അമ്മ ആട്ടും കടത്തലാണ്. അളിയാ ഇനി എന്നാ മറ്റേക്കരക്ക്? ഉടനെ വരണേ. അവിടെ നമ്മുടെ ഫുൾ ഗ്യാങ് വെയിറ്റിംഗ് ആട്ടോ. ആരാ? നമ്മുടെ മോർണിംഗ് ടീം ഒക്കെ ആണോ? അതെ അതെ. ആ റിസപ്ഷൻ അന്നത്തെ ആടിയും പാട്ടും ഡാൻസൊക്കെ ആയിട്ടും പിള്ളേർക്ക് അറിയാനെങ്കിൽ ജീവനായി പോയി. മമ്മി ഇരുന്ന് കഴിക്കടി മോനെ. ഈ കരീച്ചറി കൂട്ടി നോക്കിയേ. അത് അത് മോയല്ലേ മോനെ. അയ്യോ
പപ്പായി പണ്ട് വീട്ടിൽ കറി വെക്കാൻ വേണ്ടി ചെരുവം കമത്തി മൂടി വെച്ചായിരുന്നു 2 മോഹൻലെ ഞാൻ തുറന്ന് രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. കേട്ടോടെ ചെയ്ത് ഇതിന്റെ ചെവിയെ പിടിച്ചെടുത്താ ഇതിങ്ങൾ ഇങ്ങനെ കൈകൂപ്പി കാണിക്കും. അന്നേരം നമുക്ക് ഭയങ്കര പാവം തോന്നും. പക്ഷെ കറി വെച്ച മുടിഞ്ഞ ടേസ്റ്റാ. മമ്മി വേണം. പാവോ അല്ലേടി? അയ്യോ ശുദ്ധനാ മമ്മി. എല്ലാരോടും അങ്ങ് സ്നേഹമാന്നേ. കല്യാണത്തിന് വന്ന് ലാലുവിന്റെ കൂട്ടുകാരും പുള്ളിയും കൂടെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നോക്കുമ്പോ ഇവര് മുട്ടൻ കമ്പനി. ഒരു ദിവസേ കണ്ടിട്ടുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. എല്ലാരും കയറി അങ്ങ് പരിചയപ്പെടും. ആ പിന്നെ മമ്മി, പപ്പയും ഗോപിച്ചനായിട്ടുള്ള കേസൊന്നും ഞാൻ ബെന്നിച്ചിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതേതായാലും നന്നായി. അവന് വെറുതെ നെഗ് അടിക്കും. എന്നാ പറഞ്ഞേ? അവന് വെറുതെ നെഗ് അടിക്കൂന്ന്. എന്നാ മമ്മിക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടുന്നേ? എടി നീ അളിയനോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്നോടാ? ഗോപിച്ചന്റെ കാര്യമൊന്നും. ഇല്ല. ആ അടിപൊളി. അങ്ങനെ അയലക്കാരും പരിചയപ്പെടാൻ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവം, ഈ ചക്കച്ചോളം നിന്നോണ്ടിരുന്ന മനുഷ്യനാ. ദൈവമേ, ദൈവമാണ് മമ്മി. ഇനി എന്നൊക്കെയാണോ? ചേച്ചേ ആരും ചേട്ടനെന്തി? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു മോനെ. പിന്നെ ഞാനിങ്ങനെയാട്ടോ, എവിടെ ചെന്നാലും അയലോക്ക കയറി ഇറങ്ങിയാൽ പരിചയപ്പെടും. അന്നേരം പിന്നെ ഒരു നാട് നമുക്ക് അന്യ നാട്ട് പോകുന്നില്ല. അയ്യോ, അങ്ങനെ തന്നെ വേണ്ടത്. പിന്നെ ഷീനയുടെ വിസയുടെ കാര്യക്കുന്നത് അതങ്ങനെ നടക്കുന്നു മോനെ. ഇവിടുത്തെ വാർത്തകളൊക്കെ ജീന എന്നെ വിളിക്കുമ്പോ പറയാറുണ്ട്. ഒറ്റ മിനിറ്റ്. ആണോ? ഞാൻ വരുവാ. ആരാടി? മീൻകാരാ? പിരിവുകാരാ. പിരിവുകാരാണോ? പാർട്ടിക്കാരായിരിക്കും. കണ്ട 500 പോക്ക. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതിയേ. എന്നാടി എന്റെ അളിയൻ വന്നിട്ട് തന്നെ ഒരു കാപ്പി ഇട്ട് കൊടുക്കാത്ത? കയറിപ്പിടിയാത്തോട്ട്. ജീന കല്യാണാൽബം കിട്ടിയത് ആണോ? ഞാനത് അങ്ങോട്ട് ചേട്ടാ കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ പോണതിന് മുമ്പ് ഒന്നുകൂടെ ഇറങ്ങാവേ. അയിന് ഈ വടി വിടുന്നു. നീ കൂടാ. എന്നാ മീന മമ്മി? അയലടി. കൊമ്പനായ പിന്നെ എന്ന് നെയ്മീനാ. നീ എന്നാ അളിയനോടൊന്നും പറയാത്ത? അതെങ്ങനെയാടാ അവള് പറയുന്നേ? എന്നാ പറഞ്ഞാലും ഞാൻ എന്നോട് പറയണ്ടേ? എന്നാ പറയണ്ടേ? നിന്റെ അവളുടെ ദിവ്യപ്രമം കാരണം ഇവിടെ തമ്മിത്തല്ലാണെന്നോ? എടി ജീനപ്പെണ്ണെ, നിന്നെ ആരും പ്രേമിക്കാത്തതിന് ചുരുക്കം നീ എന്നോട് തീർക്കല്ലേ കേട്ടോ. ഓ ചൊരുക്ക്. എനിക്ക് പ്രേമവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ എന്റെ അപ്പനും അമ്മയും പറഞ്ഞ ആളെ കിട്ടി നല്ല സുന്ദരമായിട്ടാ ജീവിക്കുന്നത്. നീ ജീവിച്ചോന്നേ. എന്നുവെച്ച് ബാക്കിയുള്ള മേത്തോട്ട് കുതിര കയറാൻ വരായിരുന്നു. ഓ പിന്നെ ഓടർക്കാം. ഈ വടി വിടുന്നു. നീ ഓടാ. നീ അവിടെ ഒന്ന് നിർത്താവോ? മമ്മി അവനോട് പറയാൻ നിർത്താൻ തുടങ്ങി രണ്ടും കൂടെ. ഇവിടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ആ ചെറുക്കൻ ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടുകാരുമായിട്ട് അടിയും ബഹളമാണെന്ന് അവൻ അറിഞ്ഞ അത് നമ്മുടെ അന്തസ്സിന് കുറച്ചില്ലല്ലേടാ. എന്നാ പരിപാടി? ഓ ഞങ്ങളിങ്ങനെ അയ്യോ എല്ലാവരോടും നീ നന്നാക്കാമോ? അപ്പച്ചേക്ക് മാർക്കി. ഞാൻ ശരി. അയ്യോ ഞാൻ വെട്ടിക്കൊള്ളാം. ഞാൻ ചെയ്യാം. മുടിഞ്ഞ കോഴി. ഉടനെ ഒരു വേലി കെട്ടണമല്ലോടി. നിങ്ങൾ ഈ കള്ള കോഴിയെല്ലാം കൂടെ നമ്മുടെ വിളയെല്ലാം കൂടെ തിന്നോണ്ട് പോകും. കണ്ട ലിസി എന്തോ മാറിക്കടി. അളിയനോടുത്തെ പുഴ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ, നമുക്ക് പുഴ വരെയൊന്നും പോയച്ചു വരാം. വാ. അല്ല അപ്പൊ മീൻ പുഴ നിറച്ച് മീനല്ലേ? ഞാൻ കൊടുത്തേ. മമ്മിയുണ്ട്. അളിയമ്മ ഞങ്ങളൊന്ന് പോയച്ചു വരാം. മമ്മി ലാലു, ഞാൻ ഒരു പൊട്ടനാണെന്ന് വിചാരിക്കരുത്.
എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? അല്ലളിയ അത് ഞാൻ പറയാനിങ്ങനെ വരുമ്പത്തേനും ജീന കാര്യം നേരം. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ പുതിയ ആളാണ്. ഇതെന്നോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അങ്ങനെ പക്ഷേ നമ്മളുള്ള ബന്ധം വെച്ച് നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. എൻ്റെ പൊന്നളിയ, അയലൊക്കത്തെ പെണ്ണിനോട് ക്രഷ് തോന്നുന്ന ആ താണൊന്നുമല്ല നീ. ആലിയാണ് തന്നെ ഈ പറയുന്നത്. ലാലു പൊട്ടം കളിക്കല്ലേ. എടാ പ്രേമ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, അത് ആ പെണ്ണിനോട് നെഞ്ചും പിരിച്ച് എന്നത് പറയാനുള്ള ചങ്കൂറ്റം കൂടി വേണം. അളിയൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടി വെച്ച രഹസ്യം എനിക്കെങ്ങനെ മനസ്സിലായെന്നായിരിക്കും. സിമ്പിൾ ഒബ്സർവേഷൻ. വാ 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 വാ. തൽക്കാലം നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഇതെനിക്ക് വിട്ടേരെ. സമയമാകുമ്പോ ഞാൻ തന്നെ ഒരു അഞ്ചത്തിൽ അവതരിപ്പിച്ചിട്ടേക്കും തരാം. ഓക്കെ ഓക്കെ അളിയ. ഓക്കെ. ജീനയുടെ ഭാഗ്യം. ഒന്ന് പിടിച്ചാടാ. പഴക്കം അവിടെ അങ്ങോട്ട് നീങ്ങി. ഇനിയിപ്പോ എന്നാടി? ഓക്കെ. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇങ്ങ് വരികയല്ലേ? പോട്ടെ. പോട്ടെ പോട്ടെ. സൂക്ഷിച്ചു പോണേ. കൊമ്പനാന പോരട്ടെ. തയ്പ്പാനേ, നിങ്ങൾ ഇവിടെ എങ്ങല്ലേ? മെമ്പർ ഇപ്പൊ മന്ത്രി കൊണ്ട് പോയേ. മെമ്പറെ തേ ചെക്ക് ചെക്ക്. ഇതൊക്കെ എന്ത്? അല്ല, ആ ഗോപിച്ചനായിട്ട് അടഞ്ഞല്ലേ പാർട്ടി ഇടപെടണ? അല്ല, ഇവിടെ ആരാണ്ട് പറയുന്ന കേട്ടു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ആന എടുത്ത് കുട്ടികളുണ്ടല്ലോ, പരിപാടി തുടങ്ങും. അല്ല, ആ പുള്ളി കാണിച്ച എന്നായാലും പോക്രിതരായിപ്പോയി. പിന്നല്ലാതെ അത് 3 തരം. കളി തേപ്പാനേ അടുത്ത മൂവ് എന്നാ? കലക്കി. ഇത് തന്നെ മൂവ്. ഒരു വേലി കെട്ടണം. നമ്മുടെ കുറ്റിയാലയില് ജോണിച്ചേന്റെ മോളില്ലേ, അവള് കാനഡയ്ക്ക് പോയിന്ന്. അവൾ എന്നാടി പഠിച്ചേ? നേഴ്സിംഗ് അല്ലായിരുന്നു. ആ നോക്കി നോക്കി, ജീന മോളെ നേഴ്സിങ്ങിന് വിട്ടാ മതിയായിരുന്നു. ആ എന്നാടാ? ഇനി ഞാൻ വീട്ടിലോട്ടൊന്നും കൊണ്ടുതരുന്നില്ല പറഞ്ഞേക്കല്ലേ. നീ ചൂണ്ടയിട്ടാണോ? വല്ല ചത്തു പോങ്ങിയതായിരിക്കും. പിന്നെ അവന് ചൂണ്ടയിടാൻ പാടില്ലേ? അല്ല, തോട്ടയിട്ടതാ. ആണോ? പൈക്ക് കൊടുക്കണ്ട. നീ എങ്ങോട്ടാണ്? ഞാനൊന്ന് ആശുപത്രി വരെ. അതിന് നീ എന്നതിനാ ഓടുന്ന? നടന്നു പോയ പോരെ? താമസിച്ചാൽ ആശുപത്രി കൂട്ടി പോവോ? അളയമ്പുള്ളി അവിടെ അഡ്മിറ്റാ. ഇച്ചിരി സീനാന്നാ കേട്ടെ. ആ കുളിസീനായിരിക്കും. കറിയാപ്പിയല്ലേ? അഡ്മിറ്റ് ആയില്ലെങ്കിൽ അത്ഭുതം. ഇതൊന്നും അല്ല. പുള്ളി അക്കരക്കട പോയി കുളിച്ചോണ്ടിരുന്ന പാരാണ്ട് ഇക്കരക്കട പോയി തോട്ടയിട്ടതാ. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാകും. തേപ്പാനം കൂട്ടി നമ്മളോട് വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി പോകാനാണോ? ആണോ? നിങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറ. അവനോട് ചോദിക്കും. സാറേ, 2 കൂട്ടർക്കും കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകണം. ആശുപത്രിയിൽ തന്നെ 1.5 ലക്ഷം രൂപയാകുമെന്ന് അവര് പറഞ്ഞത്. എന്നടാ ബുദ്ധി തന്നെ ഈ പറയുന്നത്? ഒരു താത്തിപ്പിടി നനഞ്ഞിടത്തന്നെ അങ്ങനെ കുഴിക്കല്ലേ? പറ്റിയല്ലോ ചോദിച്ചേട്ടാ. എന്റെ പെങ്ങൾക്കും കുടുംബത്തിനും ആകെയുള്ള അത്താണി അളിയച്ചാരാ. അങ്ങേർക്ക് വല്ലതും പറ്റിയാ പിന്നെ എവരെ നിങ്ങൾ നോക്കൂ. നീ എന്നാക്കാടാ പറയുന്നേ? അതേ, അതിപ്പോ അങ്ങനെയൊന്നും പറ്റില്ല. ആര് പറഞ്ഞു? ആകെ മൊത്തം കലങ്ങിപ്പോയെന്നാ ഡോക്ടറിനോട് പറഞ്ഞത്. അത് നാട്ടുകാരെന്നോ ഇടിയോണ്ടായിരിക്കുള്ളൂ. ഒരാൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ കിടക്കുമ്പോ ഒരുമാതിരി ദുഷിച്ച വർത്താനം പറയല്ലോ കേട്ടോ. അത് പിന്നെ അല്ല, കാശിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങളൊരു വാക്ക് തരണം. കേസാക്കരുത്. ചെറുക്കന്റെ ഭാവിയുടെ കാര്യം. ബാക്കി എന്നാന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കാം.
എന്നെ അടി വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ചൊരു തീരുമാനം പറ. പിന്നെ ആലോചിക്കാൻ അവനൊരു അബദ്ധം പറ്റിയതാന്നേ, ഇനി ആവർത്തിക്കുകയല്ല. അബദ്ധോ? എന്നാ അബദ്ധം? അവൻ ആഹാരം കഴിച്ച് എല്ലാം ഇടക്കരുത് അല്ലേ? അല്ല അത് പോട്ടെ. ദേ ഇപ്പൊ ഈ തേപ്പാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ നോക്ക്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്താ ഇതിന്റെ അകത്ത് ഇപ്പൊ എന്നാ ചെയ്യുന്നത്? കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് എന്നാ ആ ജോസ്ബാന്റെ കൈയും കാലം പിടിച്ച് 50,000 ഒതുക്കി. എനിക്കതല്ല, ലോകം മുഴുവൻ പോലീസിനെ പിടിച്ച് കിടക്കുന്ന ആരുടെ കൈയും കാലം പിടിക്കേണ്ടി വന്നു ഇവന് വേണ്ടി. അതോർക്കുമ്പോഴാണ് എനിക്കും പോട്ടെന്നേ. അവൻ അറിഞ്ഞോണ്ടല്ലോ. നിങ്ങൾ എന്നേലും കൊടുത്തങ്ങ് തീർക്കാൻ നോക്ക്. എന്റെ പട്ടി കൊടുക്കും. കാതിരണ്ട് കമ്മലുണ്ടല്ലോ, കൈനാല് വളയും ഒരു കൊടു. മോന്റെ കൊണവതികാരം കാരണേ അമ്മ വെറുങ്കാതും കൈയായിട്ട് നടക്കുന്നത് നാട്ടുകാർ കാണട്ടെ. നിങ്ങളിത് കുറെ നേരമായല്ലോ തുടങ്ങിയിട്ടു. ഞാൻ വല്ല പെണ്ണേഴ്സിലാണോ വേട്ടെ? എൻ്റെ കേസ് തീർക്കാനായിട്ട് ഇവിടെ ആരും വെറും കാതും കൈയായിട്ടൊന്നും നടക്കണ്ട. എനിക്കൊരു 50,000 രൂപ കടമായിട്ട് തന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അത് എന്നാ പണിയെടുത്തിട്ടാണ് ഞാൻ തിരിച്ചു തന്നേക്കാം. എനിക്ക് ആരും രോഷാരൊന്നും വേണ്ട. എന്റെ ചെലവിൽ എന്റെ വീട്ടിൽ കഴിഞ്ഞിട്ട് നീ എനിക്കിട്ടുണ്ടാക്കുന്നു. ഇറങ്ങണം അറിയാം എന്റെ വീട്ടിൽ നിന്ന്. കുറെ കാലമായില്ലേ ഈ ചെലവിലിരുന്ന് കടക്ക് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോയ തന്നെയല്ലേ? തന്തയുടെ മുഖത്തൊക്കെ തന്തയിലേക്ക് പറയുന്നു. തൊട്ടു പോരുത്. അവനെ തല്ലണമെങ്കിൽ അവനെ കാരണന്മാരുണ്ട് ഇവിടെ. മോശമായി പോയി അച്ഛേ, ഭയങ്കര മോശമായി പോയി. അച്ഛേ വീട്ടിൽ പോക്കെ. വിടുമമ്മി. എന്നാലും കോപിച്ച ലാലുവിനെ തല്ലണ്ടായിരുന്നു. അവനൊരു അബദ്ധം പറ്റിയാന്ന് അവൻ പറഞ്ഞല്ലേ. എന്നൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ കൊച്ചല്ലേ പപ്പായി. നാട്ടുകാർ അവനെ തല്ലുന്നത് എനിക്ക് സഹിക്കാൻ ഒക്കത്തില്ല. നാട്ടുകാരോ? കൊച്ചുനാൾ എന്നേക്കാൾ കൂടുതൽ ഇവനെ ചുമന്നു നടന്നേക്കുന്നതും ചോറ് വാരി കൊടുത്തേക്കുന്നതും അവനാ. അവൻ തല്ലിയ ഞാൻ തല്ലിയ പോലെയാ. ആ വിഷയത്തിൽ ഇനി വേറെ വർത്താനല്ലോ കേട്ടോ. കൂടപ്പുറപ്പിനെ പോലെ കാണേണ്ട പെങ്കൊച്ചിനെ കയറി പ്രേമിച്ചേ നന്ദികേട് കാണിച്ചത് നിന്റെ മോനാ. ആ തല്ല് കണ്ടപ്പോഴേ അതിന്റെ ചൊരുക്കേർത്തായിട്ടാ എനിക്ക് തോന്നിയ. നീ ചുമ്മാ നഞ്ചി കിളക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കൂ ലിസി. നീ അടിക്കാത്ത അടിക്കണ. എടാ അക്കരെ കുടിക്കാർ പാല് ഓടിക്കാൻ വേണ്ടിയേ പടക്കം പൊട്ടിക്കും. അതിൻ്റെ കൂടെ ആട്ടെന്ന് ഓർത്തു. അതേതായാലും നന്നായി. പഴയ കാലമല്ലാന്നേ. അല്ല പിന്നെ ആ ലോണിന്റെ കാര്യം ശരിയായിരുന്നു കേട്ടോ ഷീനയുടെ. നീ എടുത്തിട്ടില്ല ഇവിടെ കത്തിക്കല്ലേ. എടാ നമ്മളൊന്ന് പോയപ്പോ മാനേജറിന് വേണമായിരുന്നല്ലോ. ആ നാട് മാറി. ഇപ്പൊ പുതിയ ഒരാളാ. നല്ലവല്ല. എടി ഞാൻ ആലോചിക്കുമായിരുന്നേ, ബാംഗ്ലൂർക്ക് ഞാനും കൂടെ വന്നാലോ? അയ്യോ ആടാ, അടിപൊളിയായിരിക്കും. അവിടെ ആകുമ്പോ നമുക്കാരും പേടിക്കാൻ വേണ്ട. പക്ഷെ അവിടേക്കണേ കൈ ക്യാഷ് വേണം. പണിക്ക് പോണം, അല്ല ചുമ്മാ അവിടെ പോ. അവള് പോയാ പിന്നെ വീടിറങ്ങി പോലോടാ. എനിക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ അവൾ ഇവിടെ ഒന്നും ശരിയാത്തില്ല. അത് പിന്നീട് വലിയ വിഷയമാണ്. പിള്ളേരുടെ കാര്യമല്ലടാ, അവൾ പോയിച്ചു വരട്ടെ. കണ്ണാവുന്ന മനസ്സാവുന്നോളും. എടാ ലാലപ്പ, ഇങ്ങോട്ട് നോക്കി സത്യം പറ, നിനക്ക് പേടിയുണ്ടോ ഞാൻ ബാംഗ്ലൂർ ചെന്ന് തന്നെ മറന്നു എന്ന്? എടാ നീ ഓർക്കുന്നില്ലേ പണ്ട് എനിക്ക് ഒട്ടുപാലിന്റെ മണമെന്നും പറഞ്ഞ നമ്മുടെ കേസ് ആദ്യം വീട്ടിൽ പൊക്കുന്നത്. അന്ന് അമ്മ ഒരു ചന്ദ്രിക സോപ്പ് തീരുന്നേടം വരെ തേച്ചിട്ടും എന്റെ ദേഹത്തൊന്നും ആ മണം പോയില്ല. ബാംഗ്ലൂർ അല്ലെ ഏത് അമേരിക്കയെ കൊണ്ടിട്ട് ഉരുട്ടിയാലും എനിക്ക് ഒട്ടുപാലിന്റെ മണമായിരിക്കും.